ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ റെഡിനെസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഫോർ ദി പീപ്പിൾ, ഇൻ ദി ലാൻഡ് ഓഫ് കേരള, അവർ ഇന്ത്യ എന്നീ പാഠങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഗ്രാമസഭ. ഗ്രാമസഭ ഈസ് എ ഫോറം to decide the developmental activities at ward level in each panchayat. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നത്. ഡെമോക്രസി ഈസ് ദ സിസ്റ്റം in which the people are governed either directly by themselves or by their elected representatives. ജനാധിപത്യം 2 തരത്തിലുണ്ട്: പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല. അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇൻ ഡയറക്റ്റ് ഡെമോക്രസി, people directly take important decisions. In the state legislative assemblies and in the parliament, the decisions are not taken directly by the people. Here, the representatives elected by the people take decisions on their behalf. Such representative democracy is called indirect democracy. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഡെമോക്രസി ആൻഡ് എലക്ഷൻ. The people elect their representatives to govern at various levels, from the local level to the parliament. Elections are held on the basis of universal adult franchise. Any citizen attain the age of 18 years has the right to vote in elections. The representatives of local self-governments, state legislative assemblies and Lok Sabha are elected through voting. Election is a basic feature of democracy. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കൊരു ഫ്ലോ ചാർട്ടായി പൂർത്തിയാക്കിയാലോ? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, scrutiny of nomination, withdrawal of nomination, voting, counting of votes and declaration of result. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഫാക്ടേഴ്സ് സസ്റ്റെയിനിങ് ഡെമോക്രസി: ദ റൂൾ ഓഫ് ലോ, റൈറ്റ്സ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, മാസ് മീഡിയ, ഓപ്പോസിഷൻ.
നമ്മുടെ സ്വന്തം കേരളത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് എന്തൊക്കെ അറിയാം? പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതകളാണ്. കേരള ഈസ് വെൽ എൻഡോവ്ഡ് വിത്ത് നാച്ചുറൽ ബ്യൂട്ടി. ഹിൽസ്, റിവേഴ്സ്, ബാക്ക്വാട്ടേഴ്സ്, coastlines, diverse plant and animal life, and moderate climate are the special features of Kerala. നമ്മുടെ കേരളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. കേരള ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ between the Western Ghats in the east and the Arabian Sea in the west. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിക്കാം. Based on the elevation from sea level, the physiography of Kerala can be divided into three. മലനാട് അഥവാ ഹൈലാൻഡ്, ഇടനാട് അഥവാ മിഡ്ലാൻഡ്, തീരപ്രദേശം അഥവാ ലോലാൻഡ്. മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തീരപ്രദേശമാണ്. പച്ച നിറത്തിൽ കാണുന്നത് ഇടനാട്, ബ്രൗൺ നിറത്തിൽ കാണുന്നത് മലനാടാണ്. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഹൈലാൻഡ്. Highland is the area with an elevation of over 75 meters from the sea level. All our rivers originate from this physiographic unit composed of lofty mountains and hills. Most of this region is covered with forests. ഇനി ഇടനാടിന്റെ പ്രത്യേകതകൾ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. മിഡ്ലാൻഡ്. The midland includes areas lying between the elevation of 7.5 meters and 75 meters above the sea level. The midland zone consists of small hills, valleys and river basins. തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. ലോലാൻഡ്. The lowland is the area that has an elevation up to 7.5 meters from the sea level. Generally, this is a sandy tract. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിന്റെ സാമീപ്യമാണ്. Climate. Kerala experiences a moderate climate. Nearness to the sea is the main reason for a climate which is neither too hot nor too cold in Kerala. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന നദികളെക്കുറിച്ച് മനസ്സിലാക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. റിവേഴ്സ്. There are 44 rivers originating from the Western Ghats and flowing through Kerala. Of these, the Kabani, the Bhavani and the Pambar flow towards the east. The Periyar is the longest river in Kerala. കൂട്ടുകാർ കായലുകൾ കണ്ടിട്ടുണ്ടോ? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ടുകായൽ
കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. Backwaters. Backwaters are large water bodies located close to the sea. The Vembanattu Kayal spread across the districts of Alappuzha, Kottayam and Ernakulam is the largest backwater in Kerala. The backwaters are utilized for fishing, shell mining, coir industry and tourism. കായലുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് തടാകങ്ങൾ? കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ലേക്സ്. Lakes are large water bodies located close to the sea. The Shastankota Lake in Kollam district is the largest freshwater lake in Kerala. കൃഷിയിൽ അധിഷ്ഠിതമായ സംസ്കാരമാണ് കേരളത്തിനുള്ളത്. കേരള ഹാസ് ആൻ അഗ്രോ ബേസ്ഡ് കൾച്ചർ. തീരപ്രദേശത്തെ പ്രധാന വിളകളായ തെങ്ങ്, നെല്ല് എന്നിവയുടെ ചിത്രവും കായലുകളിലെ മത്സ്യകൃഷി അഥവാ പിസികൾച്ചറിന്റെ ചിത്രവുമൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കുരുമുളക്, റബ്ബർ, മരച്ചീനി എന്നിവയും ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നു. മിഡ്ലാൻഡ് ഡൈവേഴ്സ് ക്രോപ്സ്: പാഡി, കോക്കനട്ട്, പ്ലാന്റെയിൻ, എലഫന്റ് യാം, ബട്ടർ യാം, അരിക്കനട്ട്, റബ്ബർ, ടാപ്പിയോക്ക, കോഫി ആൻഡ് പെപ്പർ. മലനാട് അഥവാ ഹൈലാൻഡിൽ കൃഷി ചെയ്യുന്ന തേയില അഥവാ ടീ, ഏലം അഥവാ കാടമം, കുരുമുളക് അഥവാ പെപ്പർ എന്നിവയുടെ ചിത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ കേരള ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടോപ്പോഗ്രഫിക് പെക്യൂലിയാരിറ്റീസ്. കൂട്ടുകാർ, ഈ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനവും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ സ്ഥാനവുമൊക്കെ നമുക്ക് ഇതിൽ കൃത്യമായി കാണാം. ഈ ചിത്രത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ 28 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജ്യത്തിന്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. ഇന്ത്യ സ്റ്റേറ്റ്സ്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻടു 28 സ്റ്റേറ്റ്സ്. The administrative headquarters of each state is known as the state capital. Delhi is the national capital territory. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ദേശീയ തലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിൽ നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. യൂണിയൻ ടെറിട്ടറീസ് നെയിംസ്: ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ലഡാക്ക്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫിസിയോഗ്രഫി. ഇന്ത്യ ഭൂപ്രകൃതി. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടത്തെ ഭൂപ്രകൃതി. ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്.
India physiography. There are different landforms like mountains, plateaus, plains, and islands on the earth. Such features of a region constitute its physiography. The physiography of India is diverse with mountain ranges, plains, vast plateaus, deserts, coastal plains and islands. ഇന്ത്യയിലെ പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വതനിരകൾ. ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. മൗണ്ടൻസ് ഇൻ ഇന്ത്യ. A part of the Himalayas, the loftiest mountain range in the world, belongs to India. The other major mountain ranges in India are the Aravallis, the Western Ghats, the Eastern Ghats, the Vindhya ranges and the Satpura ranges. They are comparatively lower than the Himalayas in height. A number of rivers originate from these mountain ranges. ഇന്ത്യയിലെ സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഈ ഫലപുഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പ്ലെയിൻസ് ഇൻ ഇന്ത്യ. Plains are extensive and level landforms. There is a vast expansive plain to the south of the Himalayan mountain ranges. These plains were formed by the deposition of alluvium brought down by the rivers originating from the Himalayas. These are known as the Indo-Ganga-Brahmaputra plains. Crops such as paddy, wheat, maize and sugarcane are cultivated in these fertile plains. Hence, this region is also referred to as India's granary. ഇന്ത്യയിലെ മരുഭൂമി. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽ കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ധാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. ഡെസേർട്സ് ഇൻ ഇന്ത്യ. Strong winds, scorching heat and extensive sand dunes are the characteristic features of deserts in India. A major part of the state of Rajasthan, situated to the northwest of India, is a desert. This region, known as the Thar Desert, is sparsely inhabited and the least cultivated due to the scarcity of rain. ഇന്ത്യയിലെ പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. പ്ലാറ്റൂസ് ഇൻ ഇന്ത്യ. Plateaus are comparatively elevated landforms with almost flat surfaces. The Deccan Plateau is the largest in India. The other major plateaus are Malwa and Chota Nagpur. ഇനി നമുക്ക് ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാം. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതെന്ന് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തൂ.
അതെ, എല്ലാവർക്കും അറിയാമല്ലേ, അത് കേരളമാണ്. കോസ്റ്റൽ റീജിയൻസ് ഇൻ ഇന്ത്യ. Coastal regions are lowlands bordering the sea. India has a long coastline. Identify the southernmost coastal state from the map of India. Kerala. ഇന്ത്യയിലെ ദ്വീപുകൾ. ദ്വീപുകൾ എന്നാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും. അവയുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഐലൻഡ്സ് ഇൻ ഇന്ത്യ. The land surrounded by sea is called an island. The Lakshadweep Islands in the Arabian Sea and the Andaman and Nicobar Islands in the Bay of Bengal are part of India. ഇനി നമുക്ക് ഇന്ത്യയിലെ നദികളെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുവല്ലോ. ഇതിൽ മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നുത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. ഇന്ത്യ റിവേഴ്സ്. We have discussed the major mountain ranges in India. Many of these mountain ranges are the sources of a number of rivers. The Indus, the Ganga and the Brahmaputra originating from the Himalayas, and the Mahanadi, the Godavari, the Krishna, the Kaveri, the Narmada and the Tapti originating from the high altitude regions of peninsular India are the major rivers of India. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച പാഠങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി ഓർമ്മ വന്നില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.